രക്തത്തിൽ കുളിച്ച് നഗ്നയായി യുവതിയുടെ ശരീരം ഫ്ളാറ്റിനുള്ളിൽ, വാതിലകത്തു നിന്നും പൂട്ടിയ നിലയിൽ, മരണത്തിൽ ദുരൂഹതയെന്ന് പോലീസ്. ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ ചോരയിൽ കുളിച്ച് നഗ്നമായ നിലയിലാണ് ആ 34-കാരിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ജാർഖണ്ഡ് ധൻബാദ് ജില്ലയിൽ നിന്നുള്ള പൂജ ദത്ത എന്ന 34-കാരിയാണ് ബംഗളൂരുവിലെ അവൾ വാടകയ്ക്ക് താമസിക്കുന്ന ആ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ബോഷ് കമ്പനിയിലെ ജീവനക്കാരിയായിരുന്നു പൂജ ദത്ത. തിങ്കളാഴ്ച ഈ ഫ്ളാറ്റിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട അയൽക്കാരാണ് പോലീസിനെ വിളിക്കുന്നതും വിവരം ധരിപ്പിക്കുന്നതും. അങ്ങനെ പോലീസ് സ്ഥലത്തെത്തി. വാതിൽ തുറന്നപ്പോൾ രക്തത്തിൽ കുളിച്ച നിലയിൽ, വിവസ്ത്രമായ നിലയിലായിരുന്നു മൃതദേഹം. ഭാഗികമായി ആ ശരീരം ജീർണിച്ച് തുടങ്ങിയ അവസ്ഥയിലായിരുന്നുവെന്നും പോലീസ് പറയുന്നു. അവളുടെ മൃതദേഹത്തിന് 2-3 ദിവസത്തെ പഴക്കമുണ്ട് എന്നാണ് കരുതുന്നത് എന്നും പോലീസ് അറിയിക്കുന്നുണ്ട്. എന്താണെങ്കിലും കൂടുതൽ വിവരങ്ങൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മാത്രമേ പറയാൻ കഴിയൂ. ഫ്ളാറ്റിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പുകളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ മുറിക്കുള്ളിൽ കടലാസുകൾ ഇങ്ങനെ കീറിപ്പറഞ്ഞ നിലയിൽ കിടക്കുന്നുണ്ട്. മുറി അലങ്കോലമായി കിടന്നിരുന്നു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. എന്നാൽ വാതിൽ അകത്തു നിന്ന് പൂട്ടിയിട്ട ശേഷം, അതിനുശേഷമാണ് ആ മരണം എന്നുള്ളതാണ്. അങ്ങനെ യുവതി ജീവനൊടുക്കി എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്താനുള്ള കാരണം വീടിനകത്ത് നിന്ന് ആ കുറ്റിയിട്ടിരിക്കുന്ന സാഹചര്യമാണ്. പക്ഷേ ഇക്കാര്യമൊക്കെ സ്ഥിരീകരിക്കണമെങ്കിൽ എല്ലാ വശങ്ങളും പരിശോധിച്ച് വരണം. ഒപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കഴിയണം. കഴിഞ്ഞ 3 വർഷമായി ഇതേ ഫ്ളാറ്റിലാണ് വാടകയ്ക്ക് താമസിക്കുന്നത് പൂജ. ഏപ്രിൽ 23-ാം തീയതി കടയിൽ പോവാൻ വേണ്ടി, സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയാണ് ആ യുവതി അവസാനമായി ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് എന്നാണ് സമീപവാസികളായിട്ടുള്ള ആ ഫ്ളാറ്റിലുള്ളവർ തന്നെ പറയുന്നത്. ഇനി കൊലപാതകമാണ് അവിടെ സംഭവിച്ചത് എങ്കിൽ എങ്ങനെ ആ പൂട്ട് അകത്തു നിന്നുണ്ടായി? ഇനി ജീവനൊടുക്കിയതാണ് എങ്കിൽ നഗ്നയായി കാണപ്പെടുന്ന സാഹചര്യം അതെങ്ങനെയുണ്ടായി? ചോദ്യങ്ങൾ ഒരുപാടാണ്. ഉത്തരങ്ങൾ പറയേണ്ടത് പോലീസാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.